അരുത് എന്ന് കേന്ദ്രം കേരള സർക്കാരിന് മുൻകൂട്ടി കത്തയച്ചിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് മുന്നിൽ കിടക്കുന്ന 2 ഇലക്ഷനുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനതയെ പിണറായി വിജയൻ ചതിച്ച കഥയാണ് ഞാൻ എന്ന് പറയുന്നത്. നമസ്കാരം. അപ്പോ കേരളത്തിലെ മുന്നിലെ 2 തെരഞ്ഞെടുപ്പുകളാണ് കിടക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി മുൻകൂട്ടി തയ്യാറെടുക്കും. അതിന്റെ ഭാഗമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പല കാര്യങ്ങളും ഇപ്പൊ ചർച്ചാ വിഷയമാവുന്നതും പല അരുതാത്ത കാര്യങ്ങൾ നടക്കുന്നതും എല്ലാം. അപ്പോൾ സാധാരണക്കാർ വിചാരിക്കും ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ പ്രചരണം ഉണ്ടാവും, കുറെ സ്ഥാനാർത്ഥികൾ നിൽക്കും, സാധാരണക്കാരായ ജനങ്ങൾ വോട്ട് ചെയ്യും, അതിലൂടെ ആരെങ്കിലും ഒക്കെ ജയിക്കും എന്നുള്ളതായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ പാർട്ടികളെ സംബന്ധിച്ച് എലക്ഷൻ എന്ന് പറയുന്നത് എലക്ഷൻ പ്രവർത്തനമല്ല, എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എന്താണ്? അതായത് മതപ്രീണനം, അതുപോലെ തന്നെ സാമുദായിക പ്രീണനം, ചതി, ഭീഷണി, ഇതൊക്കെയാണ് എലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ പ്രധാന ചേരുവകൾ എന്ന് പറയുന്നത്. അപ്പോ അത് ഏറ്റവും കാര്യക്ഷമമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ്. അതായത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഭീഷണിയും ചതിയുമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെയുള്ള ഒരു ചതി ഈ അടുത്ത കാലത്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ അടുത്ത കാലത്ത് ഒരു നിയമം പാസാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനു മുമ്പ് നമ്മൾ ആദ്യം തന്നെ മറ്റൊരു കാര്യം പറയണം. അതായത് ഈ വന്യജീവികളൊക്കെ നമ്മളുടെ നാട്ടിലോട്ട് ഇറങ്ങി വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ആ ഒരു സംഭവം എന്ന് പറയുന്നത് മലയോര മേഖലയിലുള്ളവർക്ക് ഭീഷണി തന്നെയാണ്. മാത്രമല്ല, ഇപ്പോ ഇന്നലെ ഒരു വാർത്ത വന്നു, ഒരു കാട്ടുപോത്ത് കണ്ണൂര് ഏതോ ടൗണിൽ ഇറങ്ങി നടക്കുന്നു എന്നുള്ളത്. അപ്പോ ഇതെല്ലാം ജനങ്ങൾക്ക് ഭീഷണി തന്നെയാണ്. അപ്പോ അത് അടിസ്ഥാനമാക്കി ജനങ്ങളുടെ മുൻപില് കണ്ണില് പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു നിയമം ഈ പിണറായി വിജയൻ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കി എന്നുള്ളതാണ്. അതായത് ആദ്യമേ തന്നെ 2 കക്ഷികളും ചേർന്നുകൊണ്ട് ഏകകണ്ഠേന ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രമേയം എന്ന് പറയുന്നത് ഈ വൈൽഡ് ലൈഫ് കൺസർവേറ്റർക്ക് ഒരു അധികാരം കൊടുക്കണം. നേരത്തെ വൈൽഡ് ലൈഫ് വാർഡനാണ് അധികാരം ഉണ്ടായിരുന്നത്. അതായത് വന്യജീവികൾ നാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്, അതുപോലെ തന്നെ വെടിവെക്കണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ 6 അംഗ സമിതി കൂട്ടണമായിരുന്നു. അതുപോലെ തന്നെ CCTV വെച്ച് അതില് എന്താണ് ബോധ്യപ്പെട്ടാൽ മാത്രമേ നടപടിയെടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മനുഷ്യരെ കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നരഭോജിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ വെടിവെക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറെ നൂലാമാലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് മലയോര മേഖലയിലുള്ളവരുടെ ഒരു ആവശ്യം തന്നെയായിരുന്നു. പക്ഷെ അവരുടെ കണ്ണിൽ പൊടിയിടുക എന്ന് പറയുന്നതിനെ എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ചതി എന്ന് തന്നെയല്ലേ പറയേണ്ടത്. അപ്പോ ഈ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പാസാക്കിയ ആ നിയമം എന്ന് പറയുന്നത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ചതി തന്നെയായിരുന്നു. മലയോര മേഖലയിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനതയെ ചതിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് വ്യക്തമാണ്. കാരണം ആദ്യമേ തന്നെ ഈ പ്രമേയം പാസാക്കിയപ്പോ കൃത്യമായിട്ട് ഈ നിയമം കേരള നിയമസഭയിൽ പാസാക്കിയത് എന്താണെന്ന് കൂടി അറിയണം. അതായത് നിയമ ഭേദഗതി എന്നുള്ളതല്ല അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര നിയമത്തിന്റെ ഭേദഗതി എന്നുള്ളതാണ്. കേന്ദ്ര നിയമം ഭേദഗതി വരുത്താൻ കേരള സർക്കാരിന് അധികാരമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ രാഷ്ട്രപതി പാസാക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ജൂൺ 11 അതായത് ഈ നിയമം പാസാക്കുന്നതിന് എത്രയോ മുമ്പ് ജൂൺ 11 കേന്ദ്ര സർക്കാർ ഒരു കത്ത് കേരള സർക്കാരിന് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് കേന്ദ്ര നിയമത്തിൽ വരുത്തുന്ന ഈ ഭേദഗതി എന്ന് പറയുന്നത് നടത്താൻ പാടില്ല, അതിന് സാധുത ഉണ്ടാവില്ല എന്നുള്ള വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അന്ന് പ്രമേയം പാസാക്കുമ്പോൾ ഈ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള നിയമം കാര്യക്ഷമമാക്കി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ നിലവിലുള്ള നിയമം ഓൾറെഡി പര്യാപ്തമാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ കേന്ദ്രം ഇങ്ങനെ ഒരു കത്തയച്ചത്, അല്ലാതെ പൊതുജനങ്ങളെ സംരക്ഷിക്കണ്ട എന്നുള്ള ഒരു അർത്ഥത്തിലല്ലല്ലോ. അപ്പോ ആ കാര്യക്ഷമമാക്കൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ട് ഇതിനെല്ലാം ഓരോ രീതികളുണ്ട്. അതായത് എനിക്ക് ശാസ്ത്രീയമായിട്ട് പറയാൻ അറിയില്ലെങ്കിലും ഈ വന്യമൃഗങ്ങളൊക്കെ നാട്ടിലോട്ട് ഇറങ്ങി വരുന്ന എങ്ങനെയാണ്? അവർക്ക് കുടിവെള്ളമില്ലാത്ത അവസ്ഥ, ഭക്ഷണമില്ലാത്ത അവസ്ഥ. അപ്പോൾ പ്രധാനമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഈ കാട്ടുപന്നി കൃഷി നശിപ്പിക്കാൻ വേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ ആന, അതുപോലെ തന്നെ പുലി, ഇതാണല്ലോ പ്രധാനമായിട്ട് ഇറങ്ങി വരുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആനയും പുലിയും എല്ലാം പുറത്തോട്ട് ഇറങ്ങി വരുന്നത് എങ്ങനെ? അതായത് ആനയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ
ഏത് മൃഗങ്ങളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും കുടിവെള്ളം എന്ന് പറയുന്ന പ്രധാനമാണ്. ആ കുടിവെള്ളം അവിടെ കാടിനുള്ളിൽ നിലനിർത്താൻ ആവശ്യമുള്ള കുറെ പദ്ധതികളുണ്ട്. അതായത് മരം വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആനയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ആനയ്ക്ക് വേണ്ട കഴിക്കാനുള്ള ആ ചെടി, പുല്ലെന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രത്യേക ടൈപ്പ് ചെടിയുണ്ട്, അത് അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അകത്ത് തന്നെ കൃഷി ചെയ്യുക. അതായത് അതിനെല്ലാം ഈ ഫണ്ട് പാസ്സാക്കുന്നുണ്ട്. കേരള സർക്കാരാണെന്നുണ്ടെങ്കിലും കേന്ദ്രമാണെന്നുണ്ടെങ്കിലും ഇതിനെല്ലാം ഫണ്ട് പാസ്സാക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നടപ്പിലാക്കാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ ഭക്ഷണമില്ലാതെ കുടിവെള്ളമില്ലാതെ ഈ വന്യമൃഗങ്ങൾ പുറത്തോട്ട് ചാടി വരുന്നു. അപ്പോ ആ നിലവിലുള്ള നിയമം, നിലവിൽ അനുവദിക്കുന്ന ഫണ്ടുകൾ എല്ലാം കാര്യക്ഷമമായി ഉപയോഗിക്കണം. ആ നിയമം നല്ല രീതിയിൽ നടപ്പിലാക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. മാത്രമല്ല ഇപ്പൊ ഈ അൻവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കഴിഞ്ഞ വയനാടിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കേരളം മുഴുവൻ ഒരു ഇലക്ട്രിക് ഫെൻസിങ് വേലി കെട്ടുകയാണെന്നുണ്ടെങ്കിൽ 3000 കിലോമീറ്റർ എന്തേ വരുള്ളൂ, അതിന് ഇത്ര ചെലവേ വരുള്ളൂ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ അത് അനുസരിച്ചാൽ പോലും കൃത്യമായിട്ട് ഈ വന്യമൃഗങ്ങള് നാട്ടിലോട്ട് വരുന്നത് നമുക്ക് തടയാം. അപ്പൊ അവർക്ക് വേണ്ട ഭക്ഷണം ഒരുക്കാനുള്ള കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതികളുണ്ട്. കുടിവെള്ളം കാട്ടിൽ നിലനിർത്താനുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതികളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും അതൊന്നും നടപ്പിലാക്കാതെ അനുവദിക്കുന്ന ഫണ്ടുകളെല്ലാം സ്വന്തം പോക്കറ്റിലോട്ട് മാറ്റി അവസാനം ഇതുപോലെ ഇലക്ഷൻ അടുക്കുമ്പോൾ ഒരു നിയമം ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അതും നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു നിയമം നിയമസഭയിൽ പാസാക്കി. ആരെയാണ് ഈ പിണറായി വിജയൻ ചതിക്കാൻ ശ്രമിക്കുന്നത്? സത്യത്തിൽ നിങ്ങൾക്ക് ജനങ്ങളുടെ ജീവൻ തന്നെയാണോ പ്രധാനം, അതോ നിങ്ങളുടെ മൂന്നാം ഭരണം നേടുകയാണോ പ്രധാനം എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കൃത്യമായിട്ട് ഇനിയിപ്പോ രാഷ്ട്രപതിയുടെ കയ്യിൽ ഇതെത്തിയാലും രാഷ്ട്രപതി കേന്ദ്രത്തിന്റെ അഭിപ്രായം തേടുമ്പോൾ കേന്ദ്രം അതിനെ എതിർത്താല് ഈ ഭേദഗതി എന്ന് പറയുന്നത് നടപ്പിലാവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി ഇലക്ഷന് BJPക്കെതിരെ BJP ആണ് ഇനി ചെയ്യേണ്ടത്, അല്ലാതെ ഞങ്ങള് നിയമസഭയിൽ നിയമം പാസാക്കി എന്ന് പറഞ്ഞ് കൈ കഴുകാനാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ, ആ നിയമം, നിലവിലുള്ള നിയമം എന്ന് പറയുന്നത് കാര്യക്ഷമമാക്കി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധി എന്ന് മലയോര മേഖലയിലുള്ള ജനങ്ങൾ തിരിച്ചറിയുക. അതിനുള്ള തിരിച്ചടി അല്ലെങ്കിൽ ആ ഒരു കാര്യക്ഷമമാക്കി നടപ്പിലാക്കാനുള്ള സമരമാണ് മലയോര മേഖലയിലുള്ളവര് ഇപ്പോ ഇവിടെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ നടത്തേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക.